വിഴിഞ്ഞത്തെ ചൊല്ലി പാർട്ടി രണ്ടു വഴിക്കാണോ എന്നതാണ് ചോദ്യം. സ്മൃതി, രണ്ടു വഴിക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അടിച്ചു പിരിഞ്ഞു എന്ന മട്ടിലല്ല, ഇപ്പോൾ രണ്ടു വഴിക്ക് നീങ്ങുന്നു. നാളെ ഒന്നായേക്കാം, പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, ഒരു ഫോക്കസ് കിട്ടുന്നില്ല നേതാക്കൾക്ക് വിഷയങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ വേണ്ട വിഷയങ്ങൾ ഇവിടെയുണ്ട്. ആ വിഷയങ്ങൾ എത്രത്തോളം ഉന്നയിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഏറ്റെടുക്കുന്നത്, അഥവാ തങ്ങളുടെ കാലത്ത് നടത്തിവന്ന കാര്യങ്ങളുടെ തുടർച്ചയുണ്ടാകുമ്പോൾ അതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം ജനം വിശ്വസിക്കും. അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനത്തിനു കൂടി വിശ്വാസയോഗ്യമാകണമല്ലോ. അങ്ങനെ വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നത്തിൽ തന്നെ ഒരു ഫോക്കസ് ഇല്ലാതായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറയുന്നു പിണറായി വിജയൻ സഭയിൽ പറയുന്നത് MNCയുടെ മോണോപ്പൊളി എന്നുള്ള വിഷയം ആദ്യം അവതരിപ്പിക്കുന്നു. പിന്നീട് ആ വിഷയം ഇല്ലാതാകുന്നു. അതിൽ പൊളിറ്റിക്കലി പിക്ക് ചെയ്ത് കൃത്യമായൊരു ആരോപണമായി ഉന്നയിച്ചത് പി രാജീവാണ്. പി രാജീവ് അത് ഈ പ്രയർ അപ്രൂവൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ അത് എത്രത്തോളം പാർട്ടി പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമുണ്ട്. അപ്പോഴേക്കാണ് അവിടെ ദിവ്യ വിഷയം അവിടെ KK രാഗേഷ് എടുത്തിടുന്നത്. അപ്പോൾ അത് ആ ഇഷ്യൂ അവിടെ ഉന്നയിക്കുന്നതോടുകൂടി അതിൻ്റെ ഗൗരവം മാറി വേറെ രൂപത്തിലേക്ക് അത് നീങ്ങുകയാണ്. അപ്പോൾ അവിടെ CPM നേതാക്കൾ തന്നെ, CPM നേതാക്കൾ എന്ന് പറഞ്ഞാൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ തന്നെ ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു പ്രതികരണവുമായി വന്നിരിക്കുകയാണ്. ഇത് ഇന്നത്തെ പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ അത് ഓഹരി വിൽപ്പനയുടെ തുറമുഖ കൊള്ള എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് കടൽ കൊള്ളയായിരുന്നു. പിന്നീട് ആ കടൽ കൊള്ള എന്നുള്ള ആരോപണം അത് പൂർണ്ണമായും തമസ്കരിക്കേണ്ടി വന്നു. കടൽ കൊള്ള എന്നുള്ളത് 6000 കോടിയുടെ അഴിമതി എന്നുള്ളത് പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷം പിണറായി വിജയനും CPIM-ഉം ഈ അദാനിയെ കേരളത്തിൻ്റെ പാർട്ട്ണറായി കാണുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പാർട്ട്ണറായി കണ്ട ഭരണകാലത്ത് കേരളത്തിൻ്റെ പാർട്ട്ണറായി കണ്ട അദാനിക്കെതിരെ നിയമയുദ്ധത്തിന് പോകുന്നില്ലേ എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കുമ്പോൾ അത് ഉന്നയിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അതിന് പറയാവുന്ന മറുപടികൾ പൂർണ്ണമായും ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ദിവ്യ എസ് അയ്യർ ഒരു ഉദ്യോഗസ്ഥയാണ്. ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അവരെയൊക്കെ ഓരോ സർക്കാരിൻ്റെ കാലത്തും പല വകുപ്പുകളിലേക്ക് മാറ്റും. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. അതൊരു സ്വാഭാവികമായ നടപടിയാണെന്ന് PK ശ്രീമതിക്ക് മനസ്സിലാകുന്നു. അതൊരു സ്വാഭാവികമായ നടപടിയാണെന്ന് KK ശൈലജയ്ക്ക് മനസ്സിലാകുന്നു. അത് സ്വാഭാവികമായ നടപടിയല്ല എന്ന് രാഗേഷ് ആവർത്തിക്കുകയും അങ്ങനെ വെറുതെ മുഖ്യമന്ത്രിയുമായി ആ വിഷയത്തിൽ കൊമ്പ് കോർക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നതിലൂടെ വിഷയം വഴിതിരിച്ചു വിടുകയാണ്. അതിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇപ്പോൾ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്ത ഒരു ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ ദിവ്യ എസ് അയ്യരെ അങ്ങനെ ഒരു ആളായി മുന്നിൽ വയ്ക്കേണ്ടതുണ്ടോ ഈ പ്രതിപക്ഷത്തിന്? അത്രയ്ക്കും പ്രതിപക്ഷത്തിന് മറ്റു വിഷയങ്ങൾ അതിൽ ഉന്നയിക്കാനില്ല എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ദിവ്യ എസ് അയ്യർ അദാനിക്കെതിരെ എടുത്ത നടപടികൾ, അദാനിക്ക് കൊടുത്ത പിഴകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതൊക്കെ ചെയ്തെങ്കിൽ അന്നെന്താണ് വാർത്തയാഞ്ഞത്? അന്ന് ആ പിഴ എന്താണ് അതേക്കുറിച്ച് പുറത്തു വരാതിരുന്നത്? ഇപ്പോൾ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ ആ പിഴയെക്കുറിച്ചൊക്കെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അത് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് KK രാഗേഷ് അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? KK രാഗേഷിന് അദാനിയുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ താല്പര്യം എന്താണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. പോട്ടെ, അപ്പോൾ ഈ ഒരു വിഷയം ഇനിയിപ്പോൾ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പിണറായി വിജയൻ എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഉന്നയിക്കുന്ന സമയത്ത് അത് ഒളിച്ചു കടത്തുന്നു എന്ന രൂപത്തിലാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ BSCയിൽ തന്നെ BSC ചേരുമ്പോൾ തന്നെ അത് ഈ പറഞ്ഞ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെ തന്നെ തീരുമാനിക്കാമെന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അറിയുന്ന ആൾ തന്നെയാണ് പിണറായി വിജയൻ. അത് എന്നിട്ട് ഒളിച്ചു കടത്തുന്നു എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കുകയാണ്. അതറിയാതെ അത് ഏറ്റെടുത്തുകൊണ്ട് ബാലഗോപാലിന് പ്രതികരിക്കേണ്ടി വരുന്നു. അപ്പോൾ ബാലഗോപാൽ ഒരു ഘട്ടത്തിൽ ചില വിഷയങ്ങളിൽ അങ്ങ് എന്താണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തത് എന്ന കാര്യത്തിൽ സഭയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന രൂപത്തിൽ കാണുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രതിപക്ഷമെന്ന നിലയ്ക്ക് അതിൻ്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. ഇനി മുന്നണി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരേ ഒരു തവണയാണ് മുന്നണി യോഗം ചേർന്നത്. അന്ന് ആ യോഗം വളരെ വേഗം പിരിയുകയും ചെയ്തു. പരാജയ കാരണങ്ങൾ ഓരോ പാർട്ടിയും അവരവരുടേതായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ചേരാം, എപ്പോൾ ജൂൺ 15 മുമ്പ് ചേരാം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ സമയം എത്രയായി? ജൂലൈ 15 ആവാൻ പോവുകയാണ്. അപ്പോൾ ജൂലൈ 15 ആയിട്ടും ഇതുവരെ മുന്നണി യോഗം ചേർന്നിട്ടില്ല. പരാജയ കാരണങ്ങൾ അതത് പാർട്ടികൾ ആ രൂപത്തിൽ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും മുന്നണി യോഗം ചേർന്നാലല്ലേ മുന്നണി എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാവുക. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നു. ഇനി CPM ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അതിലുള്ള എതിരഭിപ്രായം പരസ്യമായി CPI തന്നെ പല ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മുന്നണി എന്ന രീതിയിൽ അവിടെ ഒരു ഐക്യമില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതൊരവിടെ വിഷയമായി നിൽക്കുമ്പോൾ CPM-നെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ പരാജയം സംഭവിച്ച ശേഷം താഴെ തട്ട് വരെ അത് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് താഴെ തട്ടിലുള്ളവർക്ക് നേതാക്കളെ
ഭയമേതുമില്ലാതെ വിമർശിക്കാമെന്നുള്ള പ്രയോഗം അവിടെ പാർട്ടി സെക്രട്ടറി നടത്തുകയും ചെയ്തു. ഭയമേതുമില്ലാതെ പ്രതികരിക്കാമെന്ന് പറയുമ്പോൾ അതുവരെ ഭയപ്പാടോടുകൂടി തന്നെ നിൽക്കേണ്ടിയിരുന്നു എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻ യാഥാർത്ഥ്യമാണ്. അതിൽ പ്രധാനമായും പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയുമാണ് അതിരൂക്ഷമായി തന്നെ പാർട്ടി സഖാക്കൾ വിമർശിച്ചിട്ടുള്ളത്. ആ വിമർശനം എത്രത്തോളം പിന്നീട് സംസ്ഥാന കമ്മിറ്റി ചേർന്നപ്പോൾ അതിൻ്റെ അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്ക് പിഴവ് പറ്റിയെന്ന വിലയിരുത്തൽ വരുമ്പോൾ പാർട്ടിക്കല്ല പിഴവ് പറ്റിയത്, ഈ പുറത്തുപോയി പാർട്ടി വിമർശിച്ചവർക്കാണ് പിഴവ് പറ്റിയെന്ന് പറയുമ്പോൾ പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യമാണ്. അത് ഈ കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടും ഗോവിന്ദനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, ടി കെ ഗോവിന്ദനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ പാർട്ടിയിലെ ചില പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് പുറത്തു പോയത്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഈ പാർട്ടി സഖാക്കളക്കം അടക്കം അംഗീകരിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തിരുത്തലിലേക്ക് പാർട്ടി കടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെയാണ് പാർട്ടി സെക്രട്ടറി പിന്നീട് പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾക്ക് കാണാം, പിഴവ് പറ്റിയിട്ടില്ല, അവർക്ക് തിരിച്ചു വരാം, പിഴവ് തിരുത്തി എന്ന് അവിടെ എം വി ജയരാജൻ പറയുമ്പോൾ എം വി ജയരാജനെ എതിർക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ എന്ന് വെച്ചാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കണ്ണൂരിൽ തന്നെ നേതാക്കൾ പരസ്പര വിരുദ്ധമായി അല്ലെങ്കിൽ ഒരു നേതാവിനെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ ആ പ്രതികരണങ്ങൾ നേരെ ചെന്ന് തറയ്ക്കുന്നത് പിണറായി വിജയനിൽ തന്നെയാണ്. കെ രാഗേഷിന് ഉന്നം വെച്ചാണ് ഇപ്പോൾ ശൈലജയായാലും ശ്രീമതി ആയാലും ഇ പി ജയരാജനായാലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ തന്നെയാണ് ഒന്നത്. പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രൂപത്തിലാണ് ആ പ്രതികരണങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നോക്കൂ, ഇപ്പോൾ നാളെ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത് 3 ദിവസത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റിയാണ് ചേരാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ഒരു തെറ്റുതിരുത്തൽ രേഖയുണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. നേരത്തെ തന്നെ ചേർന്ന യോഗങ്ങൾ ഇപ്പോൾ സാധാരണ 3 മാസത്തിനിടയ്ക്ക് ആണ് ഈ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത്. പക്ഷേ വളരെ നേരത്തെ, അല്പം കൂടി നേരത്തെ ഈ കേന്ദ്ര കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുശേഷം ഓഗസ്റ്റിൽ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയും ചേരുന്നു. അതായത് ഈ പരാജയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പതിവിന് വിപരീതമായിട്ടുള്ള ഒരു ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി ചേരുന്ന സമയത്ത് പതിവിൽ നിന്ന് വിട്ടുകൊണ്ട് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് 3 നേതാക്കൾ ഇവിടെ വരികയും ചെയ്തിരുന്നു. അവരുടെ ഒരു നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നു. ഈ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട് പാർട്ടിയുടെ മുഴുവൻ വിലയിരുത്തൽ, അതായത് താഴെ തട്ടിൽ അടക്കമുള്ള വിലയിരുത്തൽ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു വിമർശനം കേന്ദ്ര കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ നാളെ മുതൽ ചേരാൻ പോകുന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അത് ഏത് രൂപത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നേതാക്കളുടെ വ്യത്യസ്തമായ പ്രതികരണം വരുമ്പോൾ അതിൽ ഒരു MA ബേബിയുടെ ആശീർവാദം കൂടെ ഉണ്ടോ എന്ന രൂപത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. സ്ഥിരീകരിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ഒരു തിരുത്തൽ വേണം. നേതാക്കളെ മാറ്റുന്ന രൂപത്തിലേക്ക് വലിയ ഒരു തീരുമാനത്തിലേക്കൊന്നും പോകില്ലെങ്കിൽ കൂടി വലിയ വിമർശനത്തിന് വിധേയമാകും. അങ്ങനെ വിധേയമായിക്കൊണ്ട് തന്നെയാണ് ഒരു തിരുത്തൽ സാധ്യമാവുക. അങ്ങനെ സംഭവിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.